അമേരിക്കയിലെ ലോസ് ആഞ്ചലസ് സിറ്റിയെ വിഴുങ്ങിയ കാട്ടുതീ ഇതിനോടകം 25ഓളം പേരുടെ ജീവനെടുക്കുകയും 40,000 ഏക്കറിന് മുകളിൽ സ്ഥലത്തെ ബാധിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഒരാഴ്ച കഴിഞ്ഞിട്ടും നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാത്ത കാട്ടുതീ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാശനഷ്ടമാണ് വരുത്തിയിട്ടുള്ളത്. 250 മുതൽ 275 ബില്യൺ ഡോളറിന്റെ നാശനഷ്ടം ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ പറയുന്നത്. ആദ്യം അമേരിക്കയിൽ എവിടെയാണ് ഈ കാട്ടുതീ പടർന്നിരിക്കുന്നത് എന്ന് നോക്കാം. യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്ത് പസഫിക് മഹാസമുദ്രത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന USA ഏറ്റവും ജനസംഖ്യയുള്ള സംസ്ഥാനമായ കാലിഫോർണിയയിലാണ് ഈ വൈൽഡ് ഫയർ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ കാലിഫോർണിയയിലെ ഏറ്റവും ജനത്തിരക്കുള്ള നഗരമായ ലോസ് ആഞ്ചലസിലാണ് കാട്ടുതീ ആളിപ്പടർന്നിരിക്കുന്നത്. ന്യൂയോർക്ക് കഴിഞ്ഞാൽ USA ഏറ്റവും ജനസാന്ദ്രതയുള്ള രണ്ടാമത്തെ നഗരം കൂടിയാണ് ലോസ് ആഞ്ചലസ്. LA എന്ന ചുരുക്കപ്പേരിലും ഈ നഗരം അറിയപ്പെടുന്നുണ്ട്. നിരവധി മില്യണേഴ്സും സെലിബ്രിറ്റികളും ജീവിക്കുന്ന നഗരം കൂടിയാണിത്. കാലിഫോർണിയയിൽ പ്രധാനമായും 7 തീപിടുത്തങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തീ പടർന്നിരിക്കുന്ന സ്ഥലങ്ങളെ അടിസ്ഥാനമാക്കി ഇവയ്ക്കെല്ലാം പേരും നൽകിയിട്ടുണ്ട്. ഇവ ഓരോന്നായി പരിശോധിക്കാം. നമ്പർ 1, പാലിസേഡ്സ് ഫയർ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തീപിടുത്തങ്ങളുടെ എല്ലാം തുടക്കമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഫയറാണ് പാലിസേഡ്സ് ഫയർ. നോർത്തേൺ ലോസ് ആഞ്ചലസിന്റെ പസഫിക് പാലിസേഡ് ഏരിയയിൽ 2025 ജനുവരി 7 ചൊവ്വാഴ്ച രാവിലെ 10:30 ഈ തീപിടുത്തം ആരംഭിക്കുന്നത്. ഇതുവരെയുള്ള കണക്ക് പ്രകാരം ഏകദേശം 23,713 ഏക്കർ ഏരിയയിൽ തീ പടർന്നു കഴിഞ്ഞു. ഏകദേശം 8 പേരോളം ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 30,000-ൽ കൂടുതൽ ആളുകളെ ഇവിടെ നിന്നും ഇതിനോടകം ഒഴിപ്പിച്ചിട്ടുണ്ട്. നമ്പർ 2, ഈറ്റൺ ഫയർ. ഈറ്റൺ കന്യോൺ ഏരിയയിലും പരിസര പ്രദേശങ്ങളിലും പടർന്നിരിക്കുന്ന തീയാണിത്. ഇത് ആരംഭിക്കുന്നത് ജനുവരി 7 ചൊവ്വാഴ്ച വൈകുന്നേരം 6:30 ബുധനാഴ്ച ആകുമ്പോഴേക്കും ഈ തീ 1000 ഏക്കർ ഏരിയയിലേക്ക് പടർന്നു പിടിച്ചു. ഇതുവരെ ഏകദേശം 14,000 ഏക്കറിന് മുകളിൽ ഏരിയയിലേക്ക് തീ പടർന്നു കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 16 പേർ ഇവിടെ മരണപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നമ്പർ 3, ഹേസ്റ്റ് ഫയർ. ലോസ് ആഞ്ചലസിലെ സിൽമാർ പ്രദേശങ്ങളിൽ പടർന്നു പിടിച്ചിരിക്കുന്ന തീയാണ് ഹേസ്റ്റ് ഫയർ. ഇത് ആരംഭിക്കുന്നത് ജനുവരി 7 രാത്രി 10:10 ഇത് പെട്ടെന്ന് തന്നെ കത്തിപ്പടരുകയും 850 ഏക്കർ സ്ഥലത്തേക്ക് തീ വ്യാപിക്കുകയും ചെയ്തു. ഈ തീയുടെ ഏകദേശം 70% ഇതുവരെ അണക്കാൻ കഴിഞ്ഞു. ഏകദേശം 3000-ൽ പരം ആളുകളെയും 71 കുതിരകളെയും ഇവിടെ നിന്ന് ഒഴിപ്പിച്ചു. നമ്പർ 4, വൂഡ്ലി ഫയർ. ജനുവരി 8 രാവിലെ 6:15 ആരംഭിച്ച തീപിടുത്തമാണ് വൂഡ്ലി ഫയർ. ഏകദേശം 30 ഏക്കറിനു മേലെ ഇവിടെ കത്തുകയുണ്ടായി. ഈ തീപിടുത്തം പൂർണ്ണമായും അണക്കാൻ സാധിച്ചു. നമ്പർ 5, ഒലിവാസ് ഫയർ. നോർത്ത് വെസ്റ്റ് ഓഫ് ലോസ് ആഞ്ചലസിൽ ജനുവരി 8 ആരംഭിച്ച ഫയറാണ് ഒലിവാസ് ഫയർ. ഇവിടെ 16 ഏക്കറോളം കത്തി നശിച്ചു. ഈ തീയെ പൂർണ്ണമായും അണക്കാൻ കഴിഞ്ഞു. നമ്പർ 6, ലിഡിയ ഫയർ. മൗണ്ട് മിസ് ആക്ഷൻ ഏരിയയിൽ ജനുവരി 8 ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിച്ച ഫയറാണിത്. ഇവിടെ ഏകദേശം 395 ഏക്കർ സ്ഥലത്തേക്ക് തീ ബാധിച്ചു. ഈ തീയും ഏകദേശം 90% അണക്കാൻ സാധിച്ചു. നമ്പർ 7, സൺസെറ്റ് ഫയർ. ജനുവരി 8 വൈകുന്നേരം 6 മണിക്ക് ഹോളിവുഡ് ഹിൽസ് ഏരിയയിൽ ആരംഭിച്ച ഫയറാണ് സൺസെറ്റ് ഫയർ. ഇവിടെ ഏകദേശം 50 ഏക്കറോളം തീ പടർന്നു. മൊത്തത്തിൽ നോക്കിയാൽ ഈ തീപിടുത്തങ്ങളുടെ എല്ലാം തുടക്കമായ പാലിസേഡ്സ് ഫയർ ഈ ഒരു ഏരിയയിൽ ഇത് പൂർണ്ണമായും അണക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഈറ്റൺ ഫയർ, ഇതും പൂർണ്ണമായി അണക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഹേസ്റ്റ് ഫയർ, ഇത് 70% മുകളിൽ അണക്കാൻ കഴിഞ്ഞു. ഇവിടെ വൂഡ്ലി ഫയർ, ഇത് പൂർണ്ണമായും അണക്കാൻ സാധിച്ചു. ഇവിടെ ഒലിവാസ് ഫയർ, ഇതും പൂർണ്ണമായും അണക്കാൻ സാധിച്ചു. ഇവിടെ ലിഡിയ ഫയർ, ഇത് 90%-ൽ കൂടുതൽ അണക്കാൻ സാധിച്ചു. ഇവിടെ സൺസെറ്റ് ഫയർ, ഇത് പൂർണ്ണമായും അണക്കാൻ കഴിഞ്ഞു. ജനുവരി 7 ആരംഭിച്ച തീപിടുത്തം മൊത്തത്തിൽ ഏകദേശം 40,000 ഏക്കർ സ്ഥലത്ത് വ്യാപിക്കുകയും 25 പേരുടെ ജീവനെടുക്കുകയും 12,300-ൽ കൂടുതൽ കെട്ടിടങ്ങൾ കത്തി നശിക്കുകയും ചെയ്ത ചരിത്രത്തിലെ ഏറ്റവും വലിയ തീപിടുത്തമായി മാറിയിരിക്കുകയാണ്. ഇനി എന്താണ് ഈ തീപിടുത്തത്തിൻ്റെയൊക്കെ കാരണം എന്ന് നോക്കാം. പാലിസേഡ്സിൽ ആരംഭിച്ച തീപിടുത്തത്തിൻ്റെ തുടക്ക കാരണം ഇതുവരെ ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല.
ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും പോസിബിളായ ചില കാരണങ്ങൾ പലരും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നമ്പർ 1, ശക്തമായ ഇടിമിന്നൽ. ഇടിമിന്നലിൽ തീപിടുത്തം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെങ്കിലും ഈ അടുത്തൊന്നും കാലിഫോർണിയയിൽ ഇടിമിന്നൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഈ വാദം ഭൂരിഭാഗം പേരും തള്ളിക്കളയുന്നു. നമ്പർ 2, ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ട്. ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ട് തീപിടുത്തങ്ങളുടെ പ്രധാന കാരണമായി മാറാറുണ്ട്. എന്നാൽ ഇതും ഔദ്യോഗികമായി ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതിനായുള്ള ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്പർ 3, മാൻമേഡ് ഫയർ. അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ മനുഷ്യനുണ്ടാക്കിയ തീയാണ് ഇതെല്ലാം എന്നും ഒരുപാട് പേർ സംശയിക്കുന്നുണ്ട്. എന്തായാലും കൃത്യമായ കാരണം അറിയാൻ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാകുന്നതുവരെ കാത്തിരിക്കേണ്ടതുണ്ട്. തീപിടിക്കാനുള്ള കാരണത്തെപ്പറ്റി നിങ്ങളുടെ വിലയിരുത്തലുകൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഇനി ഇത്രയും ചെറിയ സമയം കൊണ്ട് ഇത്രയും വലിയൊരു തീപിടുത്തമായി മാറാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. തീപിടുത്തമുണ്ടായ ലോസ് ആഞ്ചലസ് ഒരു ഹിൽ പ്രദേശമാണ്. 2024 തുടക്കത്തിൽ ഇവിടെ ധാരാളം മഴ ലഭിക്കുകയും ചെടികളും വൃക്ഷങ്ങളും നന്നായി വളരുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം ഈ ഏരിയയിൽ മഴ ലഭിക്കുകയേ ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഭാഗമായി 2024 അവസാനത്തിൽ വിൻ്റർ ആയിട്ട് പോലും ഈ പ്രദേശങ്ങളിൽ വലിയ വരൾച്ചയും കഠിനമായ ചൂടും അനുഭവപ്പെട്ടു. ചെടികളും വൃക്ഷങ്ങളും എല്ലാം ഉണങ്ങി, മണ്ണ് നല്ല ഡ്രൈ ആയി. മാത്രവുമല്ല, മലപ്രദേശങ്ങളിൽ നിന്നും വരുന്ന സാന്റ ആന പോലെയുള്ള ശക്തമായ ഡ്രൈ കാറ്റ് അന്തരീക്ഷത്തിലെ മോയ്സ്ചർ കണ്ടന്റ് കുറക്കുകയും ചെയ്തു. ഉണങ്ങിക്കിടക്കുന്ന ചെടികളും വൃക്ഷങ്ങളും ഡ്രൈ ആയ മണ്ണും അന്തരീക്ഷവും ശക്തമായ ഡ്രൈ കാറ്റും ഒരു തീപിടുത്തം പെട്ടെന്ന് പടരാനുള്ള എല്ലാ സിറ്റുവേഷനും അവിടെ ഉണ്ടായിരുന്നു. കൂടാതെ മലപ്രദേശം ആയതിനാൽ തീ പടരാനുള്ള സാധ്യത പിന്നെയും കൂടി. ശക്തമായ ഡ്രൈ കാറ്റ് ഒരു സ്ഥലത്തെ തീയെ മറ്റൊരു സ്ഥലത്തേക്ക് വളരെ എളുപ്പം എത്തിക്കാൻ പ്രധാന കാരണമായി മാറി. കൂടാതെ ഹെലികോപ്റ്ററിൽ തീ അണക്കാനുള്ള ശ്രമങ്ങൾക്കും ശക്തമായ കാറ്റ് ഭീഷണിയായി. തീപിടുത്തമുണ്ടായ ഏരിയ ഹിൽ പ്രദേശമായതിനാൽ ഒരു ഘട്ടം എത്തിയപ്പോൾ തീ അണക്കാനുള്ള ഫയർ ഹൈഡ്രന്റ് സിസ്റ്റം ഫെയിലാവുകയും ചെയ്തു. ഇത് കാരണം തീ കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്താൻ കാരണമായി. കൃത്യമായ അളവിൽ ടാങ്കിൽ സൂക്ഷിച്ച വെള്ളം ഉപയോഗിച്ചാണ് ഫയർ ഹൈഡ്രന്റ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. ഈ സിറ്റുവേഷനിൽ തീപിടുത്തം ഉണ്ടായ ഏരിയ കൂടുതൽ ആയതിനാൽ തന്നെ ഒരേ സമയം ധാരാളം ഫയർ എൻജിൻസ് ഫയർ ഹൈഡ്രന്റിൽ കണക്ട് ചെയ്ത് പ്രവർത്തിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഭാഗമായി ടാങ്കിലെ വെള്ളത്തിൻ്റെ അളവ് പെട്ടെന്ന് കുറയുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായി വെള്ളത്തിൻ്റെ പ്രഷർ കുറയുകയും മലമുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. ഇത്തരത്തിൽ നിരവധിയായ കാരണങ്ങൾ ലോസ് ആഞ്ചലസിലെ തീപിടുത്തത്തെ ഏറ്റവും വലിയ ദുരന്തമായി മാറ്റുകയും ചെയ്തു. ഈ വിഷയത്തിൽ നിങ്ങളുടെ അറിവും കാഴ്ചപ്പാടുകളും കമൻ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക. 3D എക്സ്പ്ലനേഷൻ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. If you would like to watch the videos in English, please check the description where we have included the link to our English channel.